മക്കയെന്ന നാട്ടിൽ മുശ്രിക്ക് വാഴുമ്പോൾ മിക്ക ജനത്തെയും വിളിത്തവർ വാദീത്ത് ലാത്ത ഉസ്സ ദൈവമായി മാറിയ കാലത്ത് അന്ന് ഇലാഹാണ് ആമിനും എനിക്ക് ഇബാദത്ത് ഖാദിറോനെ ഓർത്ത് ജീവിച്ച ജനങ്ങൾ അന്ന് കഹാറിനെ ഓർത്ത് തള്ളി പൊള്ളവാദങ്ങൾ അന്ന് കഹാറിനെ ഓർത്ത് തള്ളി പൊള്ളവാദങ്ങൾ. വിധി നിർണയ സംഭവങ്ങളൊന്നായ ഹുദൈബിയ സന്ധിയിലും അലി റളിയല്ലാഹു അൻഹുവിന് സുപ്രധാന പങ്കുണ്ടായിരുന്നു. ഹിജ്റ 6 ദുൽഖഅദ മാസത്തിൽ ഈ സന്ധി ഒപ്പുവെക്കപ്പെട്ടത്. ഖന്തഖ് യുദ്ധാനന്തരം മക്കത്തേക്ക് പോയി ഹജ്ജ് ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബികൾക്കും വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പുണ്യരായ സ്വഹാബത്തും ഹജ്ജിനായി പുറപ്പെട്ടു. വിവരമറിഞ്ഞ മക്ക ഖുറൈശികൾ ഖാലിദ് ഇബ്നു വലീദിന്റെയും ഇക്രിമത്തിന്റെയും നേതൃത്വത്തിലുള്ള കുതിരപ്പടയാളികളെ മുസ്ലിങ്ങൾ മക്കയിലേക്ക് കടക്കുന്നത് തടയാൻ നിയോഗിച്ചു. ഖുറൈശികളുടെ ഈ നീക്കം അറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരുമായി കൂടിയാലോചന നടത്തി. യാത്ര തുടരാൻ തന്നെ തീരുമാനിച്ചു. അവർ മക്കത്തേക്ക് കുറുക്ക് വഴികളിലൂടെ യാത്ര തുടർന്നു. 1000-ഓളം പേരടങ്ങുന്ന ഈ സംഘം പാറകൾ നിറഞ്ഞ ദുഷ്കരമായ വഴികളിലൂടെ യാത്ര ചെയ്ത് മക്കക്ക് സമീപത്തുള്ള ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിച്ചേർന്നു. ഹറമിന്റെ അതിർത്തിയിൽ കടക്കാനുള്ള മുസ്ലിങ്ങളുടെ ആവശ്യം തിരസ്കരിച്ച ഖുറൈശികൾ ചർച്ചക്കായി സുഹൈൽ ഇബ്നു അംറിനെ നിയോഗിക്കുകയും ചെയ്തു. സന്ധി തന്നെയാണ് ഖുറൈശികളുടെ ഉദ്ദേശമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെട്ടു. ഹുദൈബിയ സന്ധിക്ക് കളമൊരുങ്ങി. ഉടനെ ആലിയാരും എഴുതിടുന്നേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമെന്നേ. അപ്പോൾ സുഹൈലോരും എഴുന്നേൽക്കുന്നേ. അറിയില്ല ഇങ്ങനൊരു റഹ്മാനെന്നേ. ഉടനെ മുത്ത് ചൊന്ന് വെട്ടിടാലിയേ അലിയാരെഴുതുന്നു റസൂലുള്ളാഹ് ഹക്കാൽ വീരിഞ്ഞുള്ള റസൂലുള്ളാഹ്. പ്രസ്തുത കരാർ എഴുതാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ചുമതലപ്പെടുത്തിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി തുടങ്ങാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ സുഹൈൽ ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, ഏതാണ് ഈ റഹ്മാൻ, ഏതാണ് ഈ റഹീം? ഖുറൈശികൾക്ക് ഇന്ന് വരെ പരിചയമില്ലാത്ത ഒരു റഹ്മാനെ കുറിച്ചോ ഒരു റഹീമിനെ കുറിച്ചോ തുടങ്ങാൻ പറ്റില്ല. തനിക്കറിയാത്ത റഹ്മാൻ എന്ന പദം ഒഴിവാക്കി അറബികളുടെ പാരമ്പര്യമനുസരിച്ച് ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതാൻ ആവശ്യപ്പെട്ടു. എതിർപ്പൊന്നുമില്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. പിന്നീട് അലി റളിയല്ലാഹു അൻഹു എഴുതിയതാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള കരാറാണിത് എന്ന് തുടങ്ങിയപ്പോഴേക്കും സുഹൈൽ വീണ്ടും എഴുന്നേറ്റു. എന്നിട്ട് സുഹൈൽ ഇടപെട്ടു, താങ്കളെ ഞങ്ങൾ അല്ലാഹുവിന്റെ ദൂതരായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഭരണത്തിൽ നിന്നും താങ്കളെ തടയുകയോ നിങ്ങളുമായി ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരികയോ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് എന്ന് എഴുതിയാൽ മതി. ഇത് കേട്ടപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങയെക്കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയത് ഞാനാണെങ്കിൽ ഞാനത് വെട്ടുകയില്ല നബിയേ. അങ്ങ് വേണമെങ്കിൽ വെട്ടിക്കോളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെട്ടിക്കൊണ്ട് അവിടെ എഴുതി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്.
അബ്ദുല്ലാന്റെ മകനായ മുഹമ്മദ് എഴുതി കൊടുക്കുന്ന കരാറാണിത്. പ്രത്യക്ഷത്തിൽ ഹുദൈബിയ സന്ധിയിലെ ചില നിർദ്ദേശങ്ങൾ ഖുറൈശികൾക്ക് അനുകൂലവും മുസ്ലിങ്ങൾക്ക് പ്രതികൂലവുമായി തോന്നാം. എങ്കിലും ഈ സന്ധി മുസ്ലിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത് അതുപോലെ തന്നെ തെളിഞ്ഞു. ഈ സന്ധി ഫലമായി ഇസ്ലാമിനോടുള്ള ശത്രുതക്ക് അയവ് വരികയും പിറ്റേ വർഷം ഹജ്ജിനായി മുസ്ലിങ്ങൾ മക്കത്ത് പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് സുഹൈൽ ഇബ്നു അംർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു.